ഇന്ന് നമുക്ക് ഇച്ചിരി മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു മീനേത്, അത് വെട്ടി ഞുറുക്കി അതിൻ്റെ മുള്ളും തലയും എല്ലാം വെട്ടി ഞുറുക്കി തന്നതാണ്. കടയിൽ പോയി മേടിച്ചത്. അപ്പോൾ ഇതൊന്ന് ചെത്തി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് റെഡിയാക്കിക്കൊണ്ട് വരാം. അതിൻ്റെ തൊലിയുടെ കട്ടിയുണ്ടോ, കടിച്ചാൽ മുറിയത്തില്ല, അത്രയും തൊലി കട്ടിയാണ്. അപ്പോൾ നമുക്കിന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. ഭയങ്കര കട്ടിയായി തൊലിക്ക്. അപ്പോൾ ഞാനത് കണ്ടോ, കൈ മുറിഞ്ഞു, കൈയുടെ രണ്ടും കൂടെ ഇച്ചിരി മുറിഞ്ഞു. സാരമില്ല, അതൊക്കെ സ്വാഭാവികമാണല്ലോ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ആണല്ലോ. കൈയൊക്കെ മുറിയും, ചോര വരും. ഇത്രേ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നും ഇരുന്നോട്ട് നമുക്ക് ഇടയ്ക്ക് കടിക്കാം. അപ്പോൾ ഞാനെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചുകൊണ്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് പറയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് വറുക്കാം. ഈ മീൻ അമൂറാണ്. ഇത് നല്ലതായിട്ട് കറി വയ്ക്കാൻ, നല്ല എരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണിത് കേട്ടോ. നല്ല രുചിയുള്ളതാണ്, മാംസമൊക്കെ നല്ലതായിട്ടുള്ള മീനാണ്. അപ്പോൾ അത് കറി വയ്ക്കണം. നമുക്ക് മുളക് ഇട്ടാൽ കറി വയ്ക്കേണ്ടത്. ഞാൻ കൂടുതലും പിരിയമുളകാണ് ഇടുന്നത്. അത്രയ്ക്ക് നല്ല രുചിയുള്ള മീനാണ് അമൂർ. നമ്മുടെ അരപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് ബ്രൗൺ കളറായി. മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉലുവപ്പൊടി നമുക്കിൻ്റെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിറകടുപ്പ വെച്ച് ആ മീനൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ആദ്യം വെച്ച ചട്ടി ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറി കേട്ടോ, വലിയ ചട്ടിയിലോട്ടൊന്നാക്കി. കാരണം ആ ചട്ടിക്കകത്ത് എല്ലാം കൂടെ ആയപ്പം പറ്റത്തില്ലായിരുന്നു. പിന്നെ വലിയ ചട്ടിയിട്ട് അതിൻ്റെ തൊട്ടാക്കി. അപ്പോൾ നമുക്കിനി അടച്ചു കൊടുത്ത് വേവിക്കാം.